ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ബബബ നാലാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഞായറാഴ്ച സിനിമയുടെ തുടക്കം അതിഗംഭീരവും അതിശക്തവുമായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്ന പ്രീ സെയിൽ അത്രത്തോളം ഗംഭീരമാണ്. ഏകദേശം 1.5 കോടിക്ക് അടുത്ത് തന്നെയാണ് സിനിമയുടെ പ്രീ സെയിൽ ഇന്നും വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ നമുക്കൊന്ന് നോക്കി വരാം. ഇന്നലെ 1669 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 41% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 3,01,00,000 രൂപയോളമാണ്. മികച്ച ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് ഫൈനൽ ഗ്രോസ് 3,20,25,00,000 രൂപയോളമായിരിക്കും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 12,76,00,000 രൂപ നേടിയിരിക്കുകയാണ്. അതായത് ഈ 3 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ 17 കോടിക്ക് 13-14 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു. ഇന്നത്തെ കളക്ഷനോടെ സിനിമ 17-18 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ എത്തുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. ഇനി നമുക്ക് അഡ്വാൻസ് സെയിലിലേക്ക് അല്ലെങ്കിൽ പ്രീ സെയിലിലെ കളക്ഷനിലെ കാര്യങ്ങളുമായിട്ട് വരാം. ഇന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്ന കളക്ഷൻ ജില്ല തിരിച്ച് നമുക്ക് ഒന്ന് നോക്കാം. തിരുവനന്തപുരത്ത് 166 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 10,000-നടുത്തുള്ള ടിക്കറ്റുകൾ 9,550 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചത് 17,09,000 രൂപയോളമാണ്. 18% സിനിമയുടെ നാലാം ദിനത്തിലെ പ്രീ സെയിൽ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. കൊല്ലത്ത് 100 ഷോകൾ 6,700 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 10,84,000 രൂപയോളം വന്നു. 23% മുകളിൽ ഓക്യുപ്പൻസി വന്നിട്ടുണ്ട്. പത്തനംതിട്ട 35 ഷോകളിൽ നിന്ന് 1,700 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 2,75,000 രൂപയോളം നേടിയപ്പോൾ 20% തിയേറ്റർ ഓക്യുപ്പൻസിയായി സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ 76 കോട്ടയത്ത് 82 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആലപ്പുഴയിൽ 5,200 കോട്ടയത്ത് 5,800 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 9,78,000 8,46,000 രൂപയുമാണ് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ 20% മുകളിലാണ് രണ്ടിടത്തും ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ 35 ഷോകളിൽ നിന്ന് 2,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,26,000 രൂപ കളക്ഷനായി വരികയും 20% സിനിമയുടെ ഓക്യുപ്പൻസിയായി വരികയും ചെയ്തു. കൊച്ചി, എറണാകുളത്ത് 211 ഷോകൾ, അതായത് ഏറ്റവും കൂടുതൽ ഷോ ട്രാക്ക് ചെയ്യപ്പെടുന്നത് കൊച്ചിയിൽ തന്നെയാണ്. 14,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 26,72,000 രൂപയോളം സിനിമയുടെ ഗ്രോസായി നേടാൻ കഴിഞ്ഞു. 23% ഓക്യുപ്പൻസിയിൽ. തൃശ്ശൂർ 197 ഷോകളിൽ നിന്ന് 10,900 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 21 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. 17% സിനിമയുടെ ഓക്യുപ്പൻസിയായി പുറത്ത് വരുന്നത്. പാലക്കാട് 112 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8,56,000 രൂപ സിനിമയ്ക്ക് ഗ്രോസായി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രീ സെയിലിലൂടെ തന്നെ. 14% സിനിമയുടെ ഓക്യുപ്പൻസി. മലപ്പുറത്ത് 123 ഷോകളിൽ നിന്ന് 5,565 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6,85,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. അവിടെയും 15% മുകളിലാണ് ഓക്യുപ്പൻസി. കോഴിക്കോട് 127 ഷോകളിൽ നിന്ന് 7,200 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 12,80,000 മുകളിലാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 20.76% അവിടുത്തെ തിയേറ്റർ ഓക്യുപ്പൻസി. വയനാട് 26 ഷോകൾ 1,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 1,40,800 മുകളിലുള്ള എമൗണ്ട് വരികയും 15% ഓക്യുപ്പൻസി നേടുകയും ചെയ്തു. കണ്ണൂർ 118 ഷോകളിൽ നിന്ന് 8,700 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 12,22,000 രൂപയോളമാണ് കളക്ഷനായി വന്നത്. 27% ഓക്യുപ്പൻസി. തുടർച്ചയായി കണ്ണൂർ ആണ് ഏറ്റവും കൂടുതൽ ഓക്യുപ്പൻസി ഈ സിനിമയ്ക്ക് നൽകുന്നത് പ്രീ സെയിലിലൂടെ. കാസർഗോഡ് 26 ഷോകളിൽ നിന്നായിട്ട് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 1,223 ടിക്കറ്റുകളാണ്. 1,80,000 രൂപയോളം കളക്ഷൻ വരികയും 15.71% ഓക്യുപ്പൻസി വരികയുമാണ് ചെയ്തത്. ടോട്ടൽ 1,434 ഷോകൾ ട്രാക്ക് ചെയ്യുകയും 84,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയും ചെയ്തു. 1,41,27,000 രൂപയോളം സിനിമയ്ക്ക് ഗ്രോസായി വരികയും ചെയ്തു. നാലാം ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1.5 കോടിയോളമാണ്, അല്ലെങ്കിൽ 1.5 കോടിക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതും 19% ഓക്യുപ്പൻസിയിൽ. അതായത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 3.25 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ നേടുമെന്നുള്ളത്. ഇന്നലെ സിനിമയുടെ ഫൈനലായി വിറ്റുപോയത് ഏകദേശം 87,000 മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി
എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് 36 കോടി റേഞ്ചിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്താണേലും സിനിമയ്ക്ക് ഗംഭീരമായിട്ട് ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെക്കാനുണ്ട്. അഭിപ്രായങ്ങൾ മിക്സഡ് റിവ്യൂവും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളുമൊക്കെയാണ് വരുന്നത്. എന്നിരുന്നാലും ഒരു കാര്യം, ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഈ ഒരു സിനിമ കളം നിറഞ്ഞാടുമെന്നുള്ളതിന് സംശയങ്ങളില്ല. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.